ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ മതിയേ, ഏത് കായ്ക്കാത്ത കോളിഫ്ലവറും കായ്ച്ചു പോകും. സമയം കഴിഞ്ഞിട്ടില്ല, ഫെബ്രുവരി പകുതി ആയതേ ഉള്ളൂ. ശീതകാല പച്ചക്കറികൾക്ക് ഇനിയും സമയമുണ്ട്. ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊക്കെ വേഗം ചെയ്തോളൂ. അപ്പോളേ ഇത് നമുക്കൊന്ന് ഇടിച്ചു പൊട്ടിക്കാം. ഇങ്ങനെയാക്കി ഇടയ്ക്ക് കുറച്ച് ഇതുകൂടെ ഉണ്ട്, അത് നമുക്കെടുത്ത് ഇവിടെ വെച്ച് ഒന്നുകൂടെ പൊട്ടിക്കാം. കാണാം, അതും എടുക്കാം. ഇവിടെ ശീതകാല പച്ചക്കറികൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് നൈട്രജൻ കണ്ടന്റ്. ഈ കൂടെ മിക്സ് ചെയ്യാം. നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സാക്കാം. ഇപ്പം നമ്മൾ വളത്തിൻ്റെ കാര്യം ഒരു തീരുമാനമായി. അടുത്തത് നമുക്ക് ഇവരുടെ ഇലകളിൽ ഒരു കീടനാശിനിയായിട്ടും പിന്നെ ഒരു വളമായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു സാധനമുണ്ട്. ഇത് നമ്മുടെ പിള്ളേരുടെ സിറപ്പെടുക്കുന്ന ഇതാണേ, മെഷർമെൻറ്റ് കപ്പാണ്. അതിലേക്ക് ഒരു 3 ml എടുക്കുക. എന്നിട്ട് നമ്മുടെ സ്പ്രേ ബോട്ടിലിൽ ഒഴിക്കുക, കൂടെ ആഡ് ചെയ്യാം. യെസ്, മതി. ഏതാണ്ട് ഇതിൻ്റെ ഇലകളൊക്കെ കൂടി തുടങ്ങി. അപ്പം നമുക്ക് ഇതിற்கு നല്ല വളം ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ മണ്ണിനെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കും. വേരൊന്നും പൊട്ടിപ്പോകരുത്. കൊടുക്കാം. രീതി സൈഡിൽ കൂടെ അങ്ങ് ഇടുക. അടുത്തതായിട്ട് ഇങ്ങനെയുള്ള ശീതകാല പച്ചക്കറികൾക്ക് വെള്ളം വേണം, നനവ് വേണം. പക്ഷേ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. അവർക്ക് ഈർപ്പമുള്ളൂ. അപ്പോൾ ഇവർക്ക് നല്ല ഈർപ്പം കിട്ടും. ഇവരുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഓരോ ഇലയും മാറ്റി പിടിച്ച് സ്പ്രേ ചെയ്യണം. ഇതൊരു കീടനാശിനിയാണ്, എന്നാലൊരു വളവുമാണ്. ഇനി അടുത്തൊരു 10 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ജൈവ സ്ലറി ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം. ഇത്രയും ചെയ്താൽ മാത്രം മതി നമ്മുടെ ശീതകാല പച്ചക്കറികൾ നല്ല രീതിയിലുണ്ടാകാൻ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചൈനീസ് ക്യാബേജാണ്. ചാനലിൽ ഡീറ്റെയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, മറക്കാതെ കാണുക.